ഹായ് ഹലോ നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊന്ന് ഒരു എക്സിബിഷൻ കാണാൻ പോവാണ് കേട്ടോ. എക്സിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റപ്പാലത്ത് ആദ്യമായിട്ട് വരുന്ന ഒരു എക്സിബിഷനാണ്. ആ എക്സിബിഷനിൽ അവിടെ ഈ അവതാറിൻ്റെ എക്സിബിഷൻ, പിന്നെ വാട്ടർ ടണല്, അങ്ങനെ കുറേ റൈഡുകൾ, ഫുഡ് കോർട്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. വേറെ ഇനി എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. അപ്പോൾ തുടങ്ങിയത് ഈ നവംബർ 7-ാം തീയതിയാണ് തുടങ്ങിയത്. ഡിസംബർ 1-ാം തീയതി വരെയാണ് എക്സിബിഷൻ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഒറ്റപ്പാലത്ത് ചെനക്കത്തൂർക്കാവ് അമ്പല ഗ്രൗണ്ടിലാണ് ആ എക്സിബിഷൻ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി എക്സിബിഷനൊക്കെ കണ്ട് കുഞ്ഞുമണീനെ കുറച്ച് മീമികളേനൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ വരാം. ഓക്കെ. അങ്ങനെ ഞാനും ചേട്ടനും കുഞ്ഞുമണിയും കൂടിയിട്ട് നമ്മുടെ ഒറ്റപ്പാലത്ത് നടക്കുന്ന എക്സിബിഷൻ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ഈ വഴി കൂടെയാണ് പോകുന്നത്. മെയിൻ റോഡ് എത്താറാവണു കേട്ടോ. ഞങ്ങളിതാ അങ്ങനെ ദേ ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ പത്തിരിപ്പാല റോഡ്. പാലക്കാട് പൊന്നാനി റോഡൊന്നും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എനിക്ക് കൂടുതൽ അറിയില്ല. പിന്നെ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തിലേക്ക് നമ്മൾ എത്തി കേട്ടോ. നമ്മുടെ ചെനക്കത്തൂർക്കാവ് അമ്പല ഗ്രൗണ്ടിലാണ് എക്സിബിഷൻ നടക്കുന്നത്. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ വണ്ടിയൊക്കെ നല്ല രീതിയിൽ ഒതുക്കിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. നല്ല ക്യൂ ആണ്, അത്രയും നല്ല തിരക്കുണ്ട് കേട്ടോ. കാരണം നമ്മളുടെ ഇപ്പോൾ ഒറ്റപ്പാലത്ത് ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ള കാരണം ഒരുവിധം എല്ലാവരും വരുന്നുണ്ട്. അങ്ങനെ നമ്മളിത് ആദ്യം തന്നെ കയറി ചെല്ലണത് അണ്ടർ വാട്ടർ ടണലിലേക്കാണ് കേട്ടോ. കണ്ടോ എന്തോരം മത്സ്യങ്ങള് ഓടി നടക്കണേല്ലേ. ഞാനൊക്കെ ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ എക്സിബിഷനിൽ വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നും നമ്മൾ കാണാൻ പോയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഈ കടലിനടിയിലത്തെ ഈ മീനുകളെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങള്. സത്യം പറഞ്ഞാൽ ഇതിന്റെ പേര് പോലും എനിക്ക് ഒന്നിനും അറിയില്ല കേട്ടോ. കണ്ട എല്ലാതും മീനാന്ന് അറിയാന്നല്ലാതെ ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഫോൺ ചേട്ടൻ്റെ കയ്യിലേക്ക് കൈമാറി കേട്ടോ, ക്യാമറ പിടിക്കാൻ വേണ്ടി. അപ്പൊ ചേട്ടനാണ് ഇപ്പൊ ക്യാമറ പിടിച്ചോണ്ടിരിക്കണത്. കുഞ്ഞുമണി എല്ലാ മീനുകളെയും അവള് ഇങ്ങനെ കണ്ട്, അവൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവളിങ്ങനെ കണ്ട് നടക്കണ്ട എല്ലാതും. പേടിയുണ്ടോ? എന്താ വാ മിമി സത്യം പറഞ്ഞ ഇതിന്റെ ഒന്നും ഒരു പേരും അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ഞങ്ങള് വാട്ടർ ടണലൊക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ മീനുകളെയും ഒക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ വാട്ടർ ടണല്. അങ്ങനെ വാട്ടർ ടണലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കേറിയത് നമ്മുടെ അവതാറിന്റെ എക്സിബിഷൻ സാധനത്തിലേക്കാട്ടോ. ഈ അവതാറിന്റെ സാധനം ഒരു രക്ഷയില്ല കേട്ടോ. എന്താ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് വെച്ചാൽ എനിക്ക് അണ്ടർ വാട്ടർ ടണലിനേക്കാളും ഒത്തിരി കൂടി കൂടുതൽ ഇഷ്ടമായത് എനിക്ക് അവതാറിന്റെ ആണ് കേട്ടോ. എൻ്റെ അമ്മേ, ആ സിനിമയിലത്തെ ആ അവതാറിന്റെ അതേ മുഖച്ഛായ പോലെയാണ് കേട്ടോ അവർ ഓരോ സാധനങ്ങളും സെറ്റ് ചെയ്തേക്കണത്. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. മസ്റ്റ് വാച്ചാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഒന്ന് പോയി കാണാൻ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ അവതാറിൻ്റെ ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ടി വിയിലേ കണ്ടിട്ടുള്ളൂ, നമ്മൾ സിനിമയിലും. പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങളും അതേമാതിരി അതിൻ്റെ ആ സിനിമയുടെ റിംഗ് ടൂണും
ഒക്കെ എന്താ പറയാ, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. സെറ്റ് ചെയ്തതും ലൈറ്റ്സും എല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിതാ അവതാറിന്റെ സാധനമൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ നടക്കാണ് കേട്ടാ. കുഞ്ഞുമണി ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് കേട്ടോ. അവള് ഇതേമാതിരി ലൈറ്റ്സ് ഒന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് അവള് ഇതൊക്കെ ഇങ്ങനെ കാണുന്നത്. അപ്പൊ അവളിങ്ങനെ കണ്ടിങ്ങനെ എല്ലാം ഇങ്ങനെ നോക്കി നോക്കി നടക്കാണ് കേട്ടോ അവള്. നോക്കാം, നോക്കി നോക്ക് നോക്ക്, ഇതുണ്ട്. ഇതാണ് അവതാർ. ഇതാരാ? അവതാർ. ഞാനല്ലടാ. ഉണ്ടാ തലയിട്ടാക്കണണ്ടാ? തലയിട്ടാക്കണണ്ടാ? ഉണ്ടാ കയ്യിലെന്താ? അമ്പും വില്ലും. കയ്യിലെന്താ? അമ്പും വില്ലും. കുഞ്ഞുങ്ങളുടെ ഇല്ല, ആളുടെ കയ്യിൽ അമ്പും വില്ലും. ഞാനല്ലടാ. പിന്നെ നമ്മൾ അവതാറിന്റെ എക്സിബിഷനൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചെല്ലണത് നമ്മുടെ സ്റ്റോളുകളിലേക്കാണ് കേട്ടോ. അതായത് ഈ അലമാര, ഞങ്ങൾ അലമാരയൊക്കെ നോക്കി കുറച്ചു നേരം ഭംഗിയൊക്കെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കോർട്ട്, അതേമാതിരി പിന്നെ ഈ നമ്മളുടെ ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ സാധനങ്ങള്, പുസ്തകമേള, അങ്ങനെ കുറെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തു. പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അതിന് പിന്നെ റൈഡ്സിലേക്ക് എത്തി. റൈഡ്സ് ഒക്കെ കണ്ടിങ്ങനെ ട്രെയിനൊക്കെ കറങ്ങണതും മറ്റേ എന്താ മറ്റേ ഈ തലചക്രം പോലത്തെ സാധനമൊക്കെ ഉണ്ടല്ലോ, ഇത് ജൈന്റ് വില്ല, അതിനെന്തൊക്കെയാ പറയില്ലേ, അതിനതൊക്കെ കണ്ട് മീൻ കറങ്ങണതും വണ്ടി കറങ്ങണതൊക്കെ നോക്കിയിരുന്നു. കുഞ്ഞുമണീനെ ഇതില് കയറ്റാൻ പറ്റില്ല, കാരണം അവള് കുഞ്ഞു കുട്ടിയല്ലേ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ എക്സിബിഷനൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ഈ ഇന്നത്തെ പുതിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി പുതിയ വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.